ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട്. ഒന്നാമത് രാഷ്ട്രീയ നഭോമണ്ഡലത്തില് ഓരോ വ്യക്തിയും ചെലവഴിച്ച രീതി എങ്ങനെ, എത്ര കാലം ചെലവഴിച്ചു, ആ തരത്തിൽ തന്നെ തീരുമാനം എടുക്കാം. ഇനി അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയാനായിട്ട്. അപ്പൊ ഒരു സർവേ നടത്തിയാലോ? സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും വിവിധ വ്യക്തികളെ വെച്ചുകൊണ്ട് ഒരു സർവേ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആരെ പ്രിഫർ ചെയ്യുന്നു എന്ന് ജനങ്ങളോട് ചോദിക്കണം. എങ്ങനെ ജനങ്ങളോട് ചോദിക്കണം? ഏതെങ്കിലും ഒരു പ്രത്യേക പോക്കറ്റിലെ ആൾക്കാരോട് നിങ്ങൾക്ക് ആരെയാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരും പറയും ഇന്നയാളെയാ ഇഷ്ടം എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല സർവേ നടത്തേണ്ടത്. ഒരു മെത്തഡോളജി ഉണ്ട് ഒരു സർവേ നടത്തുന്നതിന്. അതായത് വസ്തുനിഷ്ഠമായ ഒരു സർവേ ആണ് നടത്താൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിലൊരു മെത്തഡോളജി ഉണ്ട്. അപ്പൊ ഇപ്പൊ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നാണ് ആ സർവേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിരിക്കട്ടെ, കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കൂടി ഒരു വിഹത വീക്ഷണം നടത്തുക. എന്നിട്ട് ഏറ്റവും സമ്പന്ന ജില്ലകൾ, ഏറ്റവും ദരിദ്ര ജില്ലകൾ, അതായത് സാമൂഹ്യപരമായിട്ട്, അതായത് SC ST, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ഇങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതലുള്ള ജില്ല, ഇങ്ങനെ പലതരത്തിലുള്ള, അതുപോലെ പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ ജില്ല, പോപ്പുലേഷൻ ഏറ്റവും കൂടിയ ജില്ല, അങ്ങനെ സാംക്രമിക രോഗങ്ങളൊക്കെ വളരെ കൂടുതലുള്ള ജില്ല ഏതാണ്, ഇങ്ങനെയുള്ള പല പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ട് ഈ പറയപ്പെട്ട നിരീക്ഷണ മേഖലകളിൽ നിന്നൊക്കെ പിന്നെ ഡേറ്റ, അതായത് എങ്ങനെയാണ് ഡേറ്റ കളക്ട്? 5-10 പേര് എവിടെയെങ്കിലും ചെന്ന് കണ്ടുമുട്ടി നിങ്ങൾക്ക് ആരെയാ ഇഷ്ടം എന്ന് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ആ ജില്ലയിലെ പോപ്പുലേഷന്റെ ഒരു 4 മുതൽ 5% വരെ, ഏറ്റവും കുറഞ്ഞ പക്ഷം 2% മുതൽ 5% വരെയുള്ള, 2%-ൽ കുറയാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തി വേണം ഒരു സർവേ നടത്താൻ. അങ്ങനെ സർവേ നടത്തുന്നത് അത് സാർവത്രികമായിരിക്കണം. ആ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പോക്കറ്റിൽ ചെന്നിട്ട്, അതായത് ഇപ്പൊ ഒരു നഗരമായിരിക്കും, ഒരു ജില്ലയിലെ ഒരു നഗരം, ആ നഗരത്തിൽ തന്നെ കാണും ആ ജില്ലയുടെ പോപ്പുലേഷന്റെ 2%. എന്നാൽ ഈ നഗരത്തിൽ തന്നെ ഇത് നടത്തി പോരാ. അങ്ങനെയല്ല വേണ്ടത്. നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം സർവേ നടത്താൻ. അങ്ങനെ വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സർവേ ആണെങ്കിൽ നമുക്ക് കിട്ടും ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത്, മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്ന്. എന്തിനാണ് ഇത്ര വ്യാപ്തമായ ഒരു സർവേ നടത്തുന്നത്? കാരണം അപ്പോൾ മാത്രമേ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ള ഒരാളെ ജനങ്ങൾ കണ്ടെത്തും എന്ന് പറയാൻ കാരണം, ഉദാഹരണത്തിന് മരണത്തിന് ശേഷം ഇപ്പൊ 2ാം വാർഷികം ആചരിച്ചു കഴിഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി, ദിവംഗതനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത്, ഏതു തരം മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ മരണത്തിന് ശേഷമുണ്ടായ വിലാപ യാത്ര, പുതുപ്പള്ളി വരെ, തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെയുള്ള യാത്ര എന്തായിരുന്നു നമ്മളന്ന് കണ്ടത്? പുതുപ്പള്ളി വരെ ആൾക്കാര് വണ്ടിക്ക് പുറകെ ഓടുകയായിരുന്നു. കുഞ്ഞുങ്ങളും വലിയവരും സ്ത്രീകളും എല്ലാവരും അത്രയ്ക്ക് ആർത്തിയോടെയാണ് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നവര്. ഇവർക്കൊക്കെ എന്താ? അദ്ദേഹം രോഗം ബാധിച്ച് തീരെ അവശനായി വളരെ നാൾ കിടന്നിട്ട് മരിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പുറകെ ഇങ്ങനെ ഓടിയതെന്നാണ്. കാരണം ആബാലവൃദ്ധം ജനങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചേർത്തു പിടിച്ച മനുഷ്യൻ. തന്റെ ജീവിതത്തിന്റെ, തന്റെ പോക്കറ്റ് വികസിപ്പിക്കണമെന്ന് ഓർത്തവനല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ, അത് അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് എടുത്തു വെച്ചല്ല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ. നിരവധി ആൾക്കാരാണ് ആ ഫൗണ്ടേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മനുഷ്യനായിരുന്നു. ആ ചേർത്ത് പിടിക്കലിന്റെ ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എങ്ങനെയാണ് എന്നല്ലേ? 4 പ്രാവശ്യമാണ് അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തിയത്. അങ്ങനെയാണല്ലോ UN ജനസമ്പർക്ക പരിപാടിക്കുള്ള അന്താരാഷ്ട്ര അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പൊ ആ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിൽ നിന്ന് ഇടതുപക്ഷക്കാരായ ഒരുപാട് പേര്, ഒരുപക്ഷെ വലതുപക്ഷത്തു നിന്നും കുശുമ്പുള്ളവർ, നമുക്കറിയാമല്ലോ, അങ്ങനെ കുശുമ്പുള്ളവരും ഈ കൂട്ടത്തിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കരുത്, അദ്ദേഹം അർഹിക്കുന്നില്ല, അത് തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് UN എഴുത്തെഴുതിയതായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരുന്നു
UN അങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തത്. എന്റെ ഓർമ്മയിൽ നിന്ന് തന്നെ ഞാൻ ഏറ്റെടുത്ത് പറയട്ടെ ഒരു കാര്യം. അദ്ദേഹം വയനാട് ജില്ല 4 പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി നടത്തി. ഒരു പ്രാവശ്യം വയനാട് ജില്ലയിലെ ജനസമ്പർക്ക പരിപാടി നടത്തി ചെന്ന് രാത്രി 1 മണി 2 മണിയായിട്ടും അദ്ദേഹം ആ പ്രദേശത്ത് നിന്ന് ജനങ്ങൾ ഒഴിയുന്നുമില്ല. അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോകാനും പറ്റുന്നില്ല. അപ്പൊ ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയമായി. ആനയൊക്കെ ധാരാളം ഇറങ്ങുന്ന ഒരു വലിയ ഒരു ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ ധാരാളം പേരുണ്ട്. പക്ഷെ ആനയോ ഒക്കെ എപ്പോ വരും, കടുവയോ പുലിയോ ഒന്നും എപ്പോ വരുമെന്നറിയാത്ത അത്ര അപകടകരമായ ഒരു മേഖലയിലാണ്. അപ്പൊ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ഇത് നിർത്തി പോകണമെന്ന് രാത്രി 1 മണിക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞെന്നറിയും? ഈ കാണാവുന്ന മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന അപകടത്തെക്കാൾ വലുതാണോ ഞാൻ എന്ന ഒരു ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുന്ന അപകടം? ഞാനത് കാര്യമാക്കുന്നില്ല. ഇവരെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് ഇവർക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ വരെ അദ്ദേഹം ആ പരിപാടിയുമായിട്ട് നിന്നു എന്ന് ആണ് ദൃക്സാക്ഷികൾ, അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ലോകത്ത് എവിടെ കിട്ടും? അങ്ങനെയുള്ള ഒരു ജനസേവകനെ. അത്തരം ജനസേവകർ, അതായത് ഹൃദയം തൊട്ട്, അതായത് ഒരു ആപ്ലിക്കേഷനൊക്കെ വാങ്ങിച്ച് അതിൽ എഴുതിയിരിക്കുന്ന സങ്കടങ്ങൾ എന്താണെന്ന് നോക്കി വലിച്ചെറിഞ്ഞ് ഒരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഇതിലേക്കോ വലിച്ചെറിയ, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലേക്കോ ചുമ്മാ കളയുന്നതല്ല. അത് കൃത്യമായിട്ട് ഇത്ര ദിവസത്തിനകം ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ച് ആക്ഷൻ എടുത്തിരുന്ന, ആരുടെ കാര്യവും എത്ര ദിവസം കഴിഞ്ഞാലും മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന അത്ര വലിയ മനസ്സുള്ള, അത്ര വലിയ സേവന തൽപരനായ, തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിച്ച, തന്റെ പ്രജയെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനസമ്പർക്ക പരിപാടിയുടെ അവാർഡ് കിട്ടിയത്. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശവമഞ്ചം അത് ജനങ്ങളുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അവർ ആ ശവമഞ്ചം കൊണ്ട് ഇവിടെ തിരുവനന്തപുരത്തു നിന്ന് പുതുപ്പള്ളി വരെ പോകുമായിരുന്നു. ആ ശവമഞ്ചം വഹിച്ചുകൊണ്ട്, മാറി മാറി വഹിച്ചുകൊണ്ട്, അത്ര സ്നേഹത്തോടെ അദ്ദേഹത്തെ കൊണ്ടുപോയത്. അങ്ങനെയുള്ള ജനസമ്പർക്ക പരിപാടി അന്ന് പരിവാരങ്ങളോടെ അല്ല അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തിയത്. അതിനുവേണ്ടി 1,05,00,000 രൂപ മുടക്കി ബസ് വാങ്ങിച്ചില്ല. 26 മന്ത്രിമാരെയും സേവകരായിട്ട് പുറകെ കൂട്ടിയില്ല. അവരുടെ അകമ്പടിക്കാറുകൾ ഒന്നുമില്ലായിരുന്നു. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്താണ് ഈ എല്ലാ ജില്ലകളിലും പോയി ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തിയത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ വേറെ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ 2012-13 കാലഘട്ടത്തില് അന്ന് ആ തീരുമാനം എടുത്തതിനോടൊപ്പം തന്നെ 12 ട്രൈബൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കണം ഇന്ത്യയിൽ. അപ്പൊ ഒരു സംസ്ഥാനത്തിന് ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ ആവശ്യമുള്ളവർക്ക്, എല്ലാ 12 സംസ്ഥാനങ്ങളിലല്ലോ ഇന്ത്യയിലുള്ളത്. അപ്പം 12 ട്രൈബൽ മെഡിക്കൽ കോളേജുകൾ. അങ്ങനെ അത് അറിഞ്ഞ സ്ഥിതിക്ക് ഞാന് കേരളത്തില് ഒരു മെഡിക്കൽ കോളേജ് വേണം, അത് വയനാട്ടിൽ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ പോയത് ഞാൻ തന്നെയല്ല, അന്ന് MLA ആയിരുന്ന ഒരു മാന്യദേഹത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ മുറിയുടെ വാതിൽക്കൽ വരെ എത്തി. ഭയങ്കര ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ വാതിൽക്കലൊക്കെ എപ്പോഴും കാണാനായിട്ട്. അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു പാതി വട്ടുള്ള ഒരു 10-35 വയസ്സുള്ള ആള് അദ്ദേഹത്തിന്റെ കസേരയിൽ കയറിയിരിക്കുക. അദ്ദേഹം വാതിൽ സൈഡിൽ നിന്ന് ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇദ്ദേഹം മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. അദ്ദേഹം കസേരയിൽ ഇരിക്കുക. അപ്പൊ പോലീസ് കയറി ചെന്ന് അയാളെ പിടിച്ചു മാറ്റാനായിട്ട് കയറി ചെന്നപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി തിരിഞ്ഞു വന്ന് വേണ്ട എന്ന് പറഞ്ഞ് പോലീസിനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊന്ന് ഇരിക്കണമായിരുന്നു, ഒന്ന് എഴുന്നേറ്റ് തരുമോ എന്ന് ചോദിക്കുന്നു. ഓർമ്മിക്കണം, മുഖ്യമന്ത്രിയുടെ കസേരയാണ്. സാധാരണ മുഖ്യമന്ത്രിമാരാണെങ്കിൽ എങ്ങനെയായിരിക്കും ആക്രോശിക്കുക? പത്രക്കാരോട് പോലും എങ്ങനെയാണ് ഓരോ മുഖ്യമന്ത്രിമാര് സംസാരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പരനാറി പ്രയോഗമൊക്കെ നടത്തുന്ന മുഖ്യമന്ത്രിമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഒരു പാതിഭ്രാന്തനായ മനുഷ്യനോട് സ്നേഹപൂർവ്വം സഹോദരനോട് എന്ന പോലെ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചോണ്ട് ഒന്ന് എഴുന്നേറ്റ് തരാമോ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്. അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള മനുഷ്യരാണ് സാധാരണക്കാരന്റെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. അതായത് മുഖ്യമന്ത്രിയുടെ കസേര ധനികനല്ല വേണ്ടത്, ധനികനെ സഹായിക്കാനല്ല. അപ്പൊ ധനികന്റെ പോക്കറ്റിൽ കൈയിടുന്നവരല്ല മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്.
ആഷ് പൂഷ് എന്ന് പറഞ്ഞ് വലിയ ഹൈ പേഴ്സണാലിറ്റീസ് ആയിട്ട് അന്താരാഷ്ട്ര വ്യക്തിത്വമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവരുമല്ല മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. സാധാരണക്കാരന്റെ ദിനം പ്രതിയുള്ള പ്രശ്നങ്ങൾ അറിയുന്ന, ആ പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരം നേടുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വരേണ്ടത്. ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ആ തരത്തിലുള്ള മനുഷ്യരെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം കേരളത്തിൽ ഇനി ആരാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത്. നമുക്കൊക്കെ അറിയാം, ഏകദേശം നമ്മുടെ ഒക്കെ ഒരു മനസ്സിലുണ്ട്. ഒരുപക്ഷെ ഒന്നിലധികം പേർ മുഖ്യമന്ത്രി കസേരയെ അർഹിക്കുന്നവരുണ്ട് കേരളത്തില്. പക്ഷെ അതിൽ ആർക്ക് വേണം എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ആ ജനം തീരുമാനിക്കുമ്പോൾ, ജനം തീരുമാനിക്കുന്നതിന് ജനത്തെ സ്വാധീനിക്കാൻ കൂടി നമ്മൾ ഇത്തരം ചർച്ചകൾ പ്രയോജനപ്പെടുത്തണം. കാരണം ആരെയെങ്കിലും ഏതെങ്കിലും ഹൈഫൈ വേഷത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആക്കരുത്. കേരളത്തിന്റെ സാമാന്യ ജനത്തിന്റെ മനസ്സറിയുന്നവൻ, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിൽ പേറുന്നവൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് തന്റെ ദാഹശമിനി എന്ന് വിശ്വസിക്കുന്നവൻ, അങ്ങനെയുള്ളവനാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വരേണ്ടത്. ഇനിയും അങ്ങനെയുള്ള മുഖ്യമന്ത്രി നമുക്ക് വരും. വീണ്ടും വേറൊരു ഉമ്മൻചാണ്ടി നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരെയും, നാനാജാതി മതസ്ഥരെയും, പ്രത്യേകമായിട്ടും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെയും അതിന് തൊട്ടു മുകളിലുള്ളവരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് വേണ്ടി ഭരണചക്രം മുന്നോട്ട് നയിക്കുന്ന ഒരാൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായി, അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ.